2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് വന്നത്. അത് കസ്തൂരിരംഗൻ ISRO ചെയർമാനായിരുന്ന കസ്തൂരിരംഗനും അതുപോലെ തന്നെ നിരവധി വിദ്യാഭ്യാസ വിദഗ്ധരുമായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു പോളിസിയാണത്. അപ്പോൾ അങ്ങനെ ഒരു പോളിസി നയം കൊണ്ടുവന്നപ്പോൾ അത് നടപ്പിലാക്കണമോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ രാജ്യത്തുണ്ടായി. സ്വാഭാവികമായി കൊണ്ടുവന്നത് BJP ഗവൺമെൻറ്റാണ്. അപ്പോൾ BJP ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടോ, സംഘപരിവാർ രാഷ്ട്രീയമുണ്ടോ, RSSൻ്റെ രാഷ്ട്രീയമുണ്ടോ, ഹിന്ദുത്വമുണ്ടോ എന്നൊക്കെ സ്വാഭാവികമായി മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ ബംഗാളായാലും പിന്നെ അതുപോലെ തന്നെ കർണാടകമായാലും തമിഴ്നാടായാലും കേരളമായാലും ശ്രദ്ധിക്കും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ആ പോളിസികളിൽ ഒരു 84-85 പോയിൻ്റ് ഉള്ളതിൽ 10-70 പോയിന്റുകൾ നമ്മുടെ സംസ്ഥാനത്തും നടപ്പിലാക്കിയത് തന്നെയാണ്. പക്ഷേ ഒരു 6-7 പോയിന്റുകളിൽ വലിയ കടുത്ത വിമർശനമുണ്ട്. ഈ പ്രായത്തെയൊക്കെ സംബന്ധിച്ച് LP സ്കൂൾ എൻട്രിയുടെ പ്രായത്തെ സംബന്ധിച്ച് 6 വയസ്സ് 4 വയസ്സ് എന്നൊക്കെ പറഞ്ഞ് പ്രീ പ്രൈമറി എത്ര വയസ്സ് വരെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില സാങ്കേതികമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് NEP സ്റ്റേറ്റിൽ നടപ്പിലാക്കിയില്ല, 20 വന്നെങ്കിലും 25 വരെ നടപ്പിലാക്കിയില്ല. ഇതിനിടയിലാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ SSIയുടെ ഒരു പ്രോഗ്രാം കേരളത്തിൽ നടന്നു വരുന്നത്. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ സാങ്കേതികമായും പ്രൊഫഷണലായും മാറ്റി തീർക്കുന്നതിനുള്ള ഒരു സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന കുറേ കോടി രൂപ അവർക്ക് വരുന്നതാണ്. ഇത് വർഷത്തിൽ 2-4 പ്രാവശ്യമായിട്ടൊക്കെയാണ് അവർക്ക് പണം കൊടുക്കുന്നത്. പക്ഷേ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം 2023 വർഷത്തിലേക്ക് കടക്കുമ്പോൾ 23-24 ആദ്യത്തെ 1-2-3 ക്വാർട്ടറിലെ ഭാഗത്തെ കൊടുത്തു, പിന്നെ തൊട്ട് കൊടുത്തു തുടങ്ങിയില്ല. അതിനുശേഷം നാളിതുവരെ SSA ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയാണ്. SSA ഫണ്ട് തടയുന്നതിന് വന്നിരിക്കുന്ന ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ NEPയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ MOU ഒപ്പുവയ്ക്കണം. അപ്പോഴാണ് വീണ്ടും ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ PM ശ്രീ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ രാജ്യത്തെ 14,500ഓളം സ്കൂളുകളെ സെലക്ട് ചെയ്യുക. അതിൽ കേരളത്തിൽ ഒരു 265 സ്കൂളുകൾ വന്നിട്ടുണ്ട്. എണ്ണമാണ് ഞാൻ പറയുന്നത്. ആ സ്കൂളുകളിൽ 45 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ, ചിലയിടത്ത് 1.5 കോടി രൂപ വരെ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ബേസ്ഡ് ആണ്, നീഡ് ബേസ്ഡ് ആണ്. ഓരോ സ്കൂളിൻ്റെയും ലാബുകളും കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ 45 ലക്ഷം രൂപ മുതൽ, ഏറ്റവും കുറഞ്ഞത് 45 ലക്ഷം രൂപ മുതൽ ഒരു 1.5 കോടി, ചിലപ്പോൾ 2 കോടിയൊക്കെ വരുമായിരിക്കും രൂപ വരെയുള്ള 265 സ്കൂളുകൾക്കുള്ള ഒരു 500 കോടി രൂപ PM ശ്രീയിൽ കേരളത്തിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് കൂടി കേന്ദ്ര ഗവൺമെൻറ് ലോഞ്ച് ചെയ്തു. ആ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഈ PM ശ്രീക്ക് പൈസ തരണമെങ്കിൽ, SSAയ്ക്കും പൈസ തരണമെങ്കിൽ നിങ്ങൾ MOUയിൽ ഒപ്പുവയ്ക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചു. അവിടെ നിന്നാണ് ഇതിൻ്റെ വിവാദങ്ങളും തർക്കങ്ങളും വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ വാഹനങ്ങളിലും വിദ്യാലയത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ പല സ്കൂളുകളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും സൈനിക സ്കൂളുകളിലൊക്കെ PM ശ്രീ ആരംഭിച്ചു. അത് അവരുടെ സ്കൂളാണ്, കേന്ദ്ര ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് വരുന്നു. പക്ഷേ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്ന 65% വരുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം 85 പോയിന്റ് ഉണ്ടെന്ന് ഞാൻ പറയും, 84-85 പോയിന്റ് ഉണ്ട്. ആ പോയിന്റുകളിൽ പല പ്രശ്നങ്ങൾ വരും. എന്തായാലും ഇപ്പോൾ ഈ SSAയ്ക്ക് 1148 കോടി രൂപ എന്ന് പറഞ്ഞാൽ 1150 കോടി രൂപ വരെ SSAയ്ക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തടസ്സപ്പെട്ടിരിക്കുന്ന 1148 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ ഈ 265 സ്കൂളുകളുടെ പ്രോജക്റ്റ് കൊടുക്കണം. ആ 20 മാത്രമല്ല, NEPയിൽ ഒപ്പിടുകയും വേണം. ഇതാണ് വിഷയം. NEP എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇനി ഈ PM ശ്രീ വന്നത് തന്നെ 2022 5 വർഷത്തേക്കാണ്, 27 വരെയാണ്. 3 വർഷം കടന്നുപോയി, ഇനി 2 വർഷമേ ഉള്ളൂ. പൈസ കിട്ടിയാലും ഇനി 2 വർഷമേ ഉള്ളൂ. ഇതിനിടയിലാണ് ഭരണകക്ഷിയിലെ CPIയും ബിനോയ് വിശ്വവും ജനയുഗവും ഒക്കെ വടിയെടുത്ത് നിൽക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരും വടിയെടുത്തിട്ടുണ്ട്. 2 കൂട്ടരും വടിയെടുത്ത് നിൽക്കുന്നത് ഇതൊരു കാരണവശാലും നടപ്പിലാക്കരുത്. അതേസമയം ശിവൻകുട്ടി പറയുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്, എന്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ഒരു തുക, നമുക്ക് സമഗ്ര ശിക്ഷാ അഭിയാന് കിട്ടുന്ന തുക 1148 കോടി രൂപ പെൻഡിങ് ഉള്ള തുക, 265 സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ പറ്റുന്ന തുക നമുക്ക് എന്തുകൊണ്ടും വാങ്ങിയെടുക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ നമുക്ക് വേണമെങ്കിൽ പലതും ചെയ്യാതിരിക്കാം. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ പറയുന്നത്, PM ശ്രീ സ്കൂളിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ PM ശ്രീ അയ്യങ്കാളി സ്കൂൾ എന്നിട്ടാൽ പോരെ, PM ശ്രീ പിന്നെ
ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിടുക, PM ശ്രീ ചട്ടമ്പി സ്വാമികൾ, PM ശ്രീ EMS, PM ശ്രീ ഇങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാ പാർട്ടികളുടെയും കേരളത്തിലെ ഇടതുപക്ഷത്തിന് താല്പര്യമുള്ള പാർട്ടികളുടെ പേരങ്ങിട്ടാൽ പിന്നെ ഈ PM ശ്രീ അങ്ങ് മാത്രം നിൽക്കില്ലല്ലോ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ PTA സ്കൂൾ ഇടതുപക്ഷമാണല്ലോ, യൂണിയനുകൾ കൂടുതലും, PTA ഒക്കെ ഇടതുപക്ഷക്കാരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അവർ ഇതൊക്കെ നടപ്പിലാക്കിയില്ലെങ്കിലും പണം മാറ്റെടുത്തിട്ട് നടപ്പിലാക്കാതിരുന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ തോമസ് ഐസക്കിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ കേന്ദ്രത്തിലെ PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് വളരെ വ്യാപകമായ ചർച്ചയാണ് നടക്കുന്നത്. ഇതിനകത്തുള്ളൊരു പ്രശ്നം, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന കലാകാലങ്ങളിൽ കൊണ്ടുവരുന്ന പദ്ധതികളിൽ അതിൻ്റെ സിലബസ് റിവിഷനിലൊന്നും വലുതായിട്ട് നേരത്തെ അവർ ഇടപെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സിലബസ് റിവിഷനിലും ഇടപെടുന്നു. സ്കൂൾ ടൈമിങ്ങിൽ പ്രശ്നം വരുന്നു. ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ പിന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ വരുത്തിയ മാറ്റങ്ങൾ പലതും കേരളം നടപ്പിലാക്കി ഫണ്ട് മേടിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂൾ തലത്തിലാണ് ഈ ഒരു പ്രതിസന്ധി ഉള്ളത്. ഇത് ഒരു ഫെഡറൽ രാജ്യമാണ് ഇന്ത്യ എന്നെല്ലാവരും മനസ്സിലാക്കുക. അത് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കണം, സംസ്ഥാന ഗവൺമെൻറ് മനസ്സിലാക്കണം. ഡൈവേഴ്സിറ്റിയിലുള്ള യൂണിറ്റിയാണ് ഇന്ത്യ. ആ ഡൈവേഴ്സിറ്റിയിലുള്ള യൂണിറ്റി എന്നുള്ള നാനാത്വത്തിൽ ഏകത്വത്തിൽ നിൽക്കുന്ന രാജ്യത്ത് ഏകശിലാ രൂപത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പ്രായോഗികമായി കഴിയില്ല. കാരണം ജാതി, മതം, വർഗം, ഗോത്രം, റേസ് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് കൊണ്ടിട്ടുള്ള ഒരു രാജ്യമാണ്. ഹിജാബ് വിഷയം നമ്മളിപ്പോൾ കാണുകയാണ്, മറ്റേ ശിരോവസ്ത്രത്തിൻ്റെ വിഷയം നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്ത്, ഒരു ബഹുസ്വരതയുള്ള രാജ്യത്ത് തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിൽ PM ശ്രീ ഇട്ടതൊരു വലിയ വിഷയമൊന്നുമില്ല. കാര്യം എത്രയോ പദ്ധതികൾ, ഇന്ദിരാഗാന്ധി ആവാസ് യോജനയും രാജീവ് ഗാന്ധി ഡ്രിങ്കിങ് വാട്ടർ മിഷനും അടൽ ബിഹാരി അടൽ പെൻഷനും ദീനദയാൽ ഉപാധ്യായയുടെ കുടുംബ പരിപാടികളും കുടുംബശ്രീ പോലുള്ള പ്രോജക്റ്റുകളൊക്കെ എത്രയോ പ്രോജക്റ്റുകളിൽ ആളുകളുടെ പേര് വെച്ച് തന്നെ വന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്, രാജീവ് ഗാന്ധിയുടെ പേരിൽ പ്രോജക്റ്റുകളുണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ പ്രോജക്റ്റുകളുണ്ട്. പിന്നെ അമൃത് എന്ന് പറയുന്ന പദ്ധതിയുടെ ഫുൾ ഫോമിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് ചേർത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദീനദയാൽ ഉപാധ്യായയുടെ പേരിലുണ്ട്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെയും മഹാത്മാഗാന്ധിയുടെ പേരിൽ എത്രയോ പരിപാടികളുണ്ട്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രപിതാവിൻ്റെയും പ്രധാനമന്ത്രിമാരുടെയൊക്കെ പേരിൽ ഒരുപാട് പരിപാടിയുണ്ട്. അവരുടെ ഒന്നും ഫോട്ടോയൊക്കെ വെച്ച് വിളക്കൊന്നും ഒരിടത്തും കൊളുത്തുന്നില്ല. പക്ഷേ അതുകൊണ്ട് ആ ഒരു വിഷയമല്ല, മറ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന ചില കണ്ടീഷൻസ് കേരളത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കേരളം നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന എല്ലാ ഘടകങ്ങളും അതേ അർത്ഥത്തിൽ അച്ചിട്ടതുപോലെ എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കണമെന്നില്ല, പറ്റുകയുമില്ല, അങ്ങനെ പറ്റുകയുമില്ല. അങ്ങനെ പക്ഷേ 165 സ്കൂളുകളിൽ അല്ല 265 സ്കൂളുകളിൽ ഈ PM ശ്രീയിലേക്ക് പോയാൽ അവിടെ NEP നടപ്പിലാക്കിയെടുക്കുകയും അവിടെ നിന്ന് മറ്റ് സ്കൂളുകളിലേക്ക് NEP കൊണ്ടുപോവുകയും ഘട്ടം ഘട്ടമായി രാജ്യത്ത് NEP നടപ്പിലാക്കിയെടുക്കും, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയെടുക്കും എന്നൊരു ഇച്ഛാശക്തിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുന്നു എന്നുള്ളതാണ് CPIയുടെയും കോൺഗ്രസിൻ്റെയും ആക്ഷേപം, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം. അപ്പോൾ എന്തായാലും രാജ്യത്തെ പിന്നെ വേറെ ചില കാര്യം, ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ മാതൃഭൂമിയിൽ കിടന്ന് ബഹളം, അല്ല ഏഷ്യാനെറ്റിലാണല്ലോ ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ചില ശരികളും തെറ്റുകളൊക്കെ ഉണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നു, കേന്ദ്ര ഗവൺമെൻറ് പറയുകയാണ് വിമാനത്തിൻ്റെ സന്ദേശം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരൻ. ശരിയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ അതിനകത്ത് ബലം പിടിക്കുന്നതിനാണ് ഇന്ത്യയിലെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ പഴയ മഹാഭാരതത്തിൽ രാമായണത്തിലൊക്കെ പുഷ്പവിമാനത്തെക്കുറിച്ചും പിന്നെ അഗ്നി വിമാനത്തെക്കുറിച്ചും ചക്രത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെന്നുള്ളത് കുട്ടികൾക്ക് അത് വായിച്ചാൽ എന്താ കുഴപ്പം? കുട്ടികൾക്ക് വല്ല പ്രശ്നമുണ്ടോ? റൈറ്റ് സഹോദരന്മാരെ കണ്ടുപിടിച്ചു എന്ന് വായിച്ചാൽ എന്താ കുഴപ്പം? അണുസിദ്ധാന്തം ഇന്ത്യയിൽ ഇന്നാൾ പറഞ്ഞിരുന്നു, കണാദൻ അണുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് കുട്ടികൾ പഠിച്ചതുകൊണ്ട് എല്ലാവരും BJP ആവോ, കോൺഗ്രസ് ആവോ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവോ? അങ്ങനെയൊന്നും ആവത്തില്ല. അപ്പോൾ ചരിത്രത്തിൽ കിടക്കുന്ന ഇന്ത്യയുടെ പുരാണത്തിലോ അല്ലെങ്കിൽ മിത്തിലോ കഥയിലോ എന്തായാലും ഉണ്ട്, അതും കുട്ടികൾ പഠിക്കട്ടെ. അത് മിത്ത് പഠിക്കണ്ട, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ആളാണ് കണ്ടുപിടിച്ചത്, ഇതെല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കട്ടെന്നേ. അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിനിടയിൽ അങ്ങനത്തെ കുത്തിത്തിരിപ്പുകൾ പാടില്ല. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇതെന്തോ ഒരു ബാന്ധവം ഉണ്ട് എന്നുള്ള നിലയിലാണ്. BJP CPM ബാന്ധവമുണ്ട്, അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവരുന്നു, ആ പദ്ധതിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സംസ്ഥാനത്തിനുണ്ടാകുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സംസ്ഥാനം ഫണ്ട് വാങ്ങാനുള്ള സാധ്യതകളെക്കുറിച്ച് ആരായുന്നു. ഇതൊക്കെ ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന കാര്യമാണ്. അതൊന്നും അന്തർധാരയാണെന്നും രാഷ്ട്രീയമാണെന്നും പറഞ്ഞ് നമുക്ക് തള്ളാൻ കഴിയില്ല. അതേസമയം കേന്ദ്ര ഗവൺമെൻറ്റിനും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ അജണ്ടകളും ആ പദ്ധതികളിലൂടെ നടപ്പിലാക്കാമെന്ന് ശ്രമിക്കുന്നതും, അങ്ങനെ നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ മറ്റ് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഭരണകൂടമൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പറയുന്ന അതുപോലെ ചെയ്തില്ലെങ്കിൽ പണം തരില്ല എന്ന് പറയുന്നതും ഒരു നല്ല നടപടിയല്ല. അപ്പോൾ ഇതിനകത്ത് നല്ല ഡിബേറ്റാണ് നടക്കേണ്ടത്. അത് പിണറായി വിജയൻ നരേന്ദ്രമോദി അന്തർധാര ഡിബേറ്റ് അല്ല നടക്കേണ്ടത്.
ഇവിടെ നടക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്, ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുന്ന ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും വിദ്യാഭ്യാസത്തിൽ ഒരുപാട് അധികാരമുള്ള കാലഘട്ടത്തിൽ പ്രീ പ്രൈമറി മുതൽ കോളേജ് വിദ്യാഭ്യാസം വരെ സംസ്ഥാന സർക്കാരിനും ഒരുപാട് ഫണ്ടുള്ള സാഹചര്യത്തിൽ 40% തുക ഏത് കേന്ദ്ര പദ്ധതിയിലും 40% തുക സ്റ്റേറ്റ് എടുക്കണം. അപ്പോൾ സ്റ്റേറ്റിന് ഫണ്ടുള്ള സാഹചര്യത്തിൽ സ്റ്റേറ്റിലെ ആളുകളുടെ നികുതി കൂടി പിരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പല സ്കീമുകൾ വഴിയും ഗ്രാൻഡായും ടാക്സിൻ്റെ ഇളവായും ടാക്സിൻ്റെ വിഹിതമായിട്ടൊക്കെ സ്റ്റേറ്റിന് തരുന്നത്. GSTയുടെ ഭാഗം തരുന്നതാകട്ടെ, ഗ്രാൻഡ് തരുന്നതാകട്ടെ, സ്കീമുകൾ തരുന്ന, ഇത് സ്റ്റേറ്റിൻ്റെ കൂടി പണം എടുത്തിട്ടാണ് അങ്ങോട്ട് ടാക്സ് പിരിക്കുന്നതിൽ കൂടി നിന്നിട്ടാണ് എന്നുള്ള ബോധത്തിലേക്ക് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പദ്ധതികൾ തരുമ്പോൾ ഇൻ കൺസൾട്ടേഷൻ നടത്തുവാനും വിവാദങ്ങളില്ലാത്തത് നടപ്പിലാക്കി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. നമുക്ക് ഫണ്ട് വേണം, വിവാദങ്ങൾ ഉണ്ടാകാനും പാടില്ല. അവിടെ നിന്നൊരു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനും പാടില്ല. പിന്നെ കുട്ടികളെ എന്ത് പഠിപ്പിക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ, ഞങ്ങളോട് ചോദിച്ചാൽ എല്ലാം കുട്ടികൾ പഠിക്കട്ടെ, അതിൽ നിന്ന് ശരി തെറ്റുകളിലേക്ക് കുഞ്ഞുങ്ങൾ വരട്ടെ. മുതിർന്ന ക്ലാസ്സുകളിൽ ശരി തെറ്റുകളിലേക്ക് ഇസ്ലാം ചരിത്രം അവർ പഠിക്കട്ടെ. അപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രവും അതിൻ്റെ ശരിയും തെറ്റും എല്ലാം പഠിപ്പിക്കണം. അപ്പോൾ ആ ശരി തെറ്റുകൾ പഠിപ്പിക്കുന്ന മുസ്ലിം ചരിത്രമായാലും ഗാന്ധിജിയുടെ ചരിത്രമായാലും എല്ലാ ചരിത്രവും എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിൽ നിന്ന് ശരി തെറ്റുകളിലേക്ക് കുട്ടികൾ പോകട്ടെ. നമ്മൾ സബ്ജക്റ്റ് മാറുന്നില്ല. എന്തായാലും SSAക്ക് കിട്ടാനുള്ള 1,148 കോടി രൂപയാണ് ഇതിൽപ്പെട്ട് പെൻഡിങ് കിടക്കുന്നത്. പിന്നെ ഈ PM ശ്രീയിൽ കിട്ടുകയാണെങ്കിൽ ആ കിട്ടാനുള്ള തുകയും അങ്ങനെ അത് ചിലപ്പോൾ ഒരു 265 സ്കൂളിന് 265 മാക്സിമം പോയാൽ ഒരു 500 കോടിക്ക് താഴെ വരുന്ന തുക. അപ്പോൾ 1,700 1,600 1,500 കോടി രൂപയുടെ 1,500 കോടി രൂപയുടെ കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ കൃത്യമായി സ്റ്റേറ്റ് നിലപാടെടുക്കട്ടെ. മന്ത്രി ഒരു നിലപാട് പറയുന്നുണ്ട്, പ്രതിപക്ഷം വേറെ നിലപാട് പറയുന്നു, പിന്നെ CPI മറ്റൊരു നിലപാട് പറയുന്നു. എന്തുകൊണ്ട് ഇൻ കൺസൾട്ടേഷനിലൂടെ ഒരു നിലപാടിലേക്ക് എത്തുകയും കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് തരുന്ന പണം നമുക്ക് വാങ്ങുവാനും അതേസമയം അവരുടെ മറ്റ് അജണ്ടകളുണ്ടെങ്കിൽ അത് മറ്റ് രൂപത്തിൽ സംവാദ രൂപത്തിൽ അത് പുറത്തു കൊണ്ടുവരുവാനുമുള്ള ശ്രമങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്.